ഹലോ എവറി വൺ. സോ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. CMA എക്സാം പാസ്സാവുക എന്നുള്ളത് തന്നെ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ എക്സാമില് പാസ്സാവുന്നതിനപ്പുറത്തേക്ക് ഹി ഹാസ് അച്ചീവ്ഡ് സംതിങ് ദാറ്റ് ഈസ് വെരി യുണീക്. എന്താണ് ആ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 470 മാർക്സ് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. 500-ൽ 360 പാസ്സാവാൻ, ദാറ്റ് ഈസ് 72%. ബട്ട് ഹി ഹാസ് സ്കോർഡ് 470. അതായത് 30 മാർക്ക് മാത്രമേ കട്ടായിട്ടുള്ളൂ. വിച്ച് മീൻസ് ടെക്നിക്കലി മേ ബി ഒരു 10 MCQs ആണ് ചിലപ്പോൾ തെറ്റിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 5 MCQ, കുറച്ച് essay ക്വസ്റ്റ്യൻസിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെറിയ പോരായ്മ വന്നിട്ടുണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. 470 മാർക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിനോമിനൽ അച്ചീവ്മെന്റ്. ഐ തിങ്ക് അതിന് മേളിലൊന്നും ആരും സ്കോർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇതുവരെ ഉള്ളതിലുള്ള ഒരു ഹയസ്റ്റ് സ്കോർ 470. ചിലപ്പോൾ ആരെങ്കിലും മുമ്പ് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് 470ക്ക് മുകളിൽ ഒരു സ്കോർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ ഒരു എക്സ്പീരിയൻസിൽ. അങ്ങനെ വാങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കമന്റ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഐ എം ഇൻട്രൊഡ്യൂസിംഗ് മിസ്റ്റർ മുഹമ്മദ് സബീർ. വെൽക്കം. താങ്ക്സ്. ഓക്കെ സബി, ഫസ്റ്റ് ചോദിക്കാനുള്ളത് എങ്ങനെ സാധിച്ചു 470 എന്നുള്ളത് എങ്ങനെ സാധിച്ചു? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. കുറെ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് അത്രേ ഉള്ളൂ. സബീക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് അത് പറഞ്ഞത്. ബട്ട് പല ആൾക്കാർക്കും അറിയാലോ, 350 വാങ്ങിക്കുന്നവരുണ്ട്, 340, എങ്ങനെയെങ്കിലും ജസ്റ്റ് 360 സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി. അപ്പൊ ഇത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. 110 മാർക്ക് എക്സ്ട്രാ കിട്ടി എന്ന് പറയുന്നത് സംതിങ് ഹ്യൂജ്. അപ്പൊ സബീന്റെ ഫസ്റ്റ് എക്സാം ആയിരുന്നു അതോ സെക്കൻഡ്? ഫസ്റ്റ് എക്സാം ആണ്. ഏത് പാർട്ട് ആയിരുന്നു എഴുതിയിരുന്നത്? പാർട്ട് 2 ആണ്. പാർട്ട് 2. അപ്പൊ പാർട്ട് 1 ഇനി എഴുതാൻ പോകുന്നുള്ളൂ. പാർട്ട് 2ന്റെ ഓൺലൈൻ ക്ലാസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെയ് ജൂൺ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിൽ എഴുതണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരു കൺഫ്യൂഷൻ, പാർട്ട് 2 അല്ലേ ഇപ്പൊ പാസ്സായി? പാർട്ട് 2 ആണ് ഇപ്പം പാസ്സായത്. പാർട്ട് 1 ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. എവിടെയാ സബീഹ, എവിടെയാ പഠിക്കുന്നത്? എവിടെയാ? ഞാൻ ചാണക്യ ബിസിനസ് സ്കൂൾ, കാലിക്കറ്റ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ സബീഹ് എങ്ങനെ CMA സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ CMAക്ക് ജോയിൻ ചെയ്യാന്നുള്ള ഡിസിഷൻ എടുത്ത് എപ്പോഴാണ്? ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പനി സെക്രട്ടറി ആയിരുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് എടുക്കണം എന്നായിരുന്നു താല്പര്യം. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാനും അധികം അറിയാനൊരു മാർഗം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു CMA US പഠിച്ച്. അപ്പം അവൻ പാസ്സായി, അവൻ സിമ്പിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിച്ച ഒരു മോട്ടിവേഷനിലാണ് CMA USലേക്ക് എത്തിയത്. പിന്നെ ബ്രദറിനിലോ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പം മൂപ്പരോട് സംസാരിച്ചപ്പോൾ എനിക്ക് കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നായിരുന്നു. സോ അങ്ങനെ എടുത്തതാണ് CMA US. +2 കഴിഞ്ഞ് നേരെ ജോയിൻ ആയതാണോ? ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. ഓക്കെ. എന്തായാലും എത്തിയതിനു ശേഷം കോഴ്സിനെ പറ്റി ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 2 എക്സാം ആണ്, ഇപ്പൊ ഓൾറെഡി ഒരാൾ മെൻഷൻ ചെയ്തു പറ്റും, പാസ്സാവാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെയുള്ള ഒരു റിമാർക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കോഴ്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാകുന്നത്. അപ്പൊ പഠിച്ചു തുടങ്ങിയ സമയത്തുള്ള ഒരു ഫീൽ എന്തായിരുന്നു? ഒരു ടഫ് ആണെന്ന് തോന്നിയോ അതോ നമുക്ക് പറ്റുന്ന ഒരു സാധനമാണ്, പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നോ? ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിയായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ടഫ് മനസ്സിലായത്. മീൻസ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനും പിന്നെ ഓപ്ഷനൊക്കെ ഒരു സെയിം പോലെ ഉണ്ടാവും. ഇതാണല്ലോ റെഡി തോന്നും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് കുറച്ച് പണിയുള്ള കോഴ്സ് ആണെന്ന് മനസ്സിലായത്. ഓക്കെ. അപ്പം ഈ ഫസ്റ്റ് പാർട്ട് 2 പഠിച്ചതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയൊരു ടോപ്പിക്കും ഏറ്റവും ടഫായിട്ട് തോന്നിയൊരു ടോപ്പിക് ഏതായിരുന്നു? സത്യം പറഞ്ഞാൽ അങ്ങനെ എളുപ്പം ടഫ് ഒന്നുമില്ല, എല്ലാം ഒരുപോലെ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റിസ്ക് മാനേജ്മെന്റ് ആയിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചതായിരുന്നു കൂടുതൽ. അതുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് കുറച്ച് താല്പര്യമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എക്സാം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാമിന് വേണ്ടി എത്ര പ്രിപ്പറേഷൻ എടുത്തു? എത്ര ടൈം എടുത്തു? 1.5 മാസം. 1.5 മാസം എടുത്തു. സോ ആ ഒരു ടൈം കൊണ്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റി. അപ്പൊ സബീന്റെ ഒരു എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ആദ്യമേ നോട്ട്സ് പഠിക്കുകയാണോ, അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണോ, അതോ എന്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലാണോ പ്രിപ്പയർ ചെയ്തിരുന്നത്? എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ എന്റെ നോട്ട്സ് ഒന്നും ഇല്ല. ആകപ്പാട് സെക്ഷൻ ബിക്ക് മാത്രമേ നോട്ട്സ് ഉള്ളായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഷഫിൾ ചെയ്താണ്ട് എല്ലാം കൂടി കുത്തിച്ചീരി അങ്ങനെ ഇരുന്ന ഒരു ശീലമായിരുന്നു. അപ്പൊ നോട്ട്സ് ഒന്നും ഇല്ല. ഞാൻ ഡയറക്റ്റ് സോഫ്റ്റ്വെയറിൽ ചെയ്യായിരുന്നു. ഡയറക്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യും, സോഫ്റ്റ്വെയറിൽ പഠിക്കും, അതിന്റെ എക്സ്പ്ലനേഷൻ വായിച്ച് മനസ്സിലാക്കും. പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു നോട്ടിൽ എഴുതി വെക്കും. എന്നിട്ട് അത് മാത്രമാണ് പഠിക്കാറ്. അല്ലാതെ നോട്ട് ടെസ്റ്റ് വായിക്കുന്നില്ല. മെയിൻ ആയിട്ട് സോഫ്റ്റ്വെയർ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് കൂടുതൽ പ്രാക്ടീസ് ആയിരുന്നു. അത് തന്നെ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എക്സാമിന് പോകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ടൈം? ഇല്ല, എക്സാമിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇല്ല, വളരെ യുണീക്ക് ആയിട്ടുള്ള റയർ സ്പീഷ്യസ് ആണെന്ന് തോന്നുന്നു. സാധാരണ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. കാരണം ഒന്നാമത്തെ കാര്യം ഈ കോസ്റ്റ് ആണ്. നമ്മൾ എക്സാമിന് ഇത്രയും ഫീ പേയ്മെന്റ് നടത്തുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ആ ടെൻഷനാണ്. പക്ഷേ ചാണക്യയില് നമ്മള് ആദ്യം ഫീ ഒക്കെ അടച്ചായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് കിട്ടാണ്ട് ഫീ ഒക്കെ കഴിഞ്ഞു പോയ സംഭവമാണ്. പിന്നെ അതിനെ പറ്റിയൊരു ടെൻഷൻ വന്നിട്ടില്ല.
ടെൻഷൻ വേണ്ടാന്ന് തോന്നി അല്ലേ? ഓക്കെ. അപ്പൊ എക്സാമിന് ചെന്നിരുന്ന സമയത്ത് ഇപ്പം MCQs നമ്മള് ഈ പ്രാക്ടീസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണോ വന്നത്, അതോ അതേ ഒരു പാറ്റേൺ ആണോ? എങ്ങനെയായിരുന്നു ആ ഒരു പഠിച്ചതും ചോദിച്ചതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? ഏറെക്കുറെ സെയിം പാറ്റേൺ എന്ന് പറയാം. ഞാൻ 2 സോഫ്റ്റ്വെയർ ആണ് മെയിനായി ഉപയോഗിച്ചത്. വോക്കും ക്ലെയിം ആയിരുന്നു. സോ ആ ലെവലൊക്കെ ആയിരുന്നു എക്സാം എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് പാറ്റേൺ, ആ ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ സെയിം ആയിരുന്നു. പാറ്റേൺ സെയിം എക്സാക്ട് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് വരത്തില്ല അല്ലേ? ഒരിക്കലും അത് ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചാലും പോകരുത്. ആ പാറ്റേൺ ആണ്, കോൺസെപ്റ്റ് പഠിച്ചു പോകാന്നുള്ളതാണ്. നമ്മള് ഓക്കെ. പിന്നെ ടൈം എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റി? കാരണം 3 മണിക്കൂർ നമുക്ക് MCQ ഉണ്ട്. അപ്പൊ ആ ഒരു MCQന്റെ ടൈം ഫ്രെയിമിൽ സേവ് ചെയ്യാൻ പറ്റി കുറച്ച് സമയം? ഞാന് 100 ഒരു 95 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോ ഒരു 30 മിനിറ്റും എക്സ്ട്രാ 30 മിനിറ്റ് റിമൈനിങ് ഉള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അപ്പൊ ഞാൻ 95, 96 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. പിന്നെ 4-5 ക്വസ്റ്റ്യൻ ഫ്ലാഗ് ഇട്ടുണ്ടായിരുന്നു. അത് നോക്കില്ല. ഒരു 20 മിനിറ്റോളം എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എസ്സേയിലേക്ക് ആഡ് ഓൺ ആയി. എസ് ഒക്കെ ആഡ് ഓൺ ആയി. അപ്പൊ അതുകൊണ്ട് എസ്സേ കുറച്ചുകൂടെ സമയം എടുത്ത് പ്രോപ്പറായിട്ട്. പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. എസ്സേ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോയ ക്വസ്റ്റ്യൻസ് തന്നെയാണോ വന്നത്? കാരണം എസ്സേ പൊതുവെ അത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലായിരിക്കും വരാറുള്ളത്. പൊതുവെ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. അല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. പഠിച്ചു പോയ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അതൊരു പ്രശ്നം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈപ്പ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ? എല്ലാ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അത്ര വശമല്ലായിരുന്നു. പക്ഷേ 1.5 മണിക്കൂറിന് അടുത്ത് കിട്ടിയോണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റി. സമയമെടുത്ത് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റി. അപ്പൊ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എത്ര ആൻസർ എഴുതിയിട്ടുണ്ടായിരിക്കും? ഇപ്പൊ നമുക്ക് ഒത്തിരി ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല. എസ്സേക്ക് ആൻസർ ടു ദ പോയിന്റ് എന്നാണ് IMA പറയുന്നത്. ഭയങ്കര വലിച്ചു വരെ എഴുതേണ്ട ആവശ്യമില്ല. ചോദിക്കുന്നതിന് ആൻസർ കൊടുത്താൽ പക്ഷേ ഏകദേശം എന്നാലും ഒരു ക്വസ്റ്റിന് ഇപ്പൊ ഒരു 2 ഫീച്ചേഴ്സ് എഴുതാൻ പറയുകയാണെങ്കിൽ സബീർ എത്രത്തോളം എഴുതിയിട്ടുണ്ടായിരിക്കും? 2 ഫീച്ചർ ചെയ്താൽ പറഞ്ഞ 2 ഫീച്ചർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പേ ബാക്ക് മെത്തേഡിന്റെ 2 ഡിസഡ്വാൻറ്റേജ് ചെയ്താൽ 2 മാത്രമേ എഴുതിയിട്ടുള്ളൂ. നത്തിങ് മോർ നത്തിങ് ലെസ്. അതിനപ്പുറം എഴുതില്ല. 2 ചോദിച്ചു 2 എഴുതി. അതിന്റെ ആവശ്യമുള്ളൂ. അതിന്റെ എക്സ്ട്രാ ആയിട്ട് നമ്മള് ഡിഗ്രിക്കൊക്കെ എഴുതുന്നത് പോലെ കഥ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതിയ മാർക്കും കിട്ടത്തില്ല. ഇല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ റിസൾട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞ് വിൻഡോ ഓപ്പൺ ആയപ്പോൾ തന്നെ സന്തോഷമായി കാണും. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കോൺഫിഡന്റ് ആയിരുന്നു? 100% ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഞാനൊരു 400 മാർക്കൊക്കെ പ്രതീക്ഷിച്ചാണ്ട് ഇറങ്ങിയത്. അറിയായിരുന്നു അത്രത്തോളം ഉണ്ടായിരിക്കും. അത്ര കോൺഫിഡൻസ് ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് അങ്ങനെ ഇറങ്ങുന്നത്. അപ്പൊ MCQല് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നതെന്നതിൽ തോന്നിയോ? MCQന് സെക്ഷൻ സി, സെക്ഷൻ എ എയും സിയും പ്രോബ്ലംസ് കുറെ ഉണ്ടായിരുന്നു. അത് ഒരു 100ൽ എത്ര ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഉണ്ട് ഏകദേശം? നമുക്ക് ഓർക്കാൻ പറ്റില്ല. അതൊരു 50-50 ആയിരുന്നു. തിയറി ക്വസ്റ്റ്യൻസും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരുന്നു. തിയറി ഏത്? നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നിന്നും തിയറി ചോദിക്കാം, അല്ലാതെ തിയറി സെക്ഷൻസിൽ നിന്നും ചോദിക്കാം. പ്രോബ്ലത്തിൽ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പ്രാധാന്യം അല്ലേ? സ്പെഷ്യൽ ഓർഡറിന് മാത്രമായിട്ട് 6 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു ഇതായിരുന്നു. അപ്പൊ ഈ എന്തായാലും പാസ്സാവുന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഈ റിസൾട്ട് വരുന്ന ദിവസം മൈൻഡിൽ എന്തായിരുന്നു? ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. റിസൾട്ട് വന്നത് ഒരു രാത്രിയായിരുന്നു. അന്ന് പിന്നെ സൈറ്റ് ഹാങ് ആയതുകൊണ്ട് അന്ന് റിസൾട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേന്ന് രാവിലെ ആയിരുന്നു എന്റെ റിസൾട്ട് അറിയുന്നത്. അതൊരു ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പാസ്സാവുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഫ്രണ്ട് ഫെയിൽ ആയിരുന്നു. അപ്പൊ അവൻ രാത്രി വിളിച്ച് പറഞ്ഞോണ്ട് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. വേറെ ഒന്നും. ആള് വിൻഡോ ഓപ്പൺ ആയിട്ട് ഫെയിൽ ആയതാണോ? വിൻഡോ ഓപ്പൺ ആയിട്ട് ഫെയിൽ ആയി. അതിലൊരു സങ്കടം പോലെ ഉണ്ടായിരുന്നു. എന്തായാലും പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു ഫീല് എല്ലാവരുടെയും റിസപ്ഷൻ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് 470 എന്ന് പറയുന്നത് ഒരു അസ്റ്റോണിഷിംഗ് ഫിഗർ ആണ്. നോർമലി അങ്ങനെ ആർക്കും കിട്ടുന്നത്. 440 ഒക്കെ കുറച്ച് ആൾക്കാർക്ക് ഈ ഇടയ്ക്കായിട്ട് റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ട്. 470 സംതിങ് സ്പെഷ്യൽ. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ആക്ച്വലി 2 പാർട്ടോടെ ഒരു വിൻഡോയിൽ എഴുതിയിരുന്നെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാമെന്ന് തോന്നിയത്. എല്ലാവർക്കും ഒരു സ്റ്റാറായ ഫീൽ ആയിരുന്നു. എല്ലാവരും കുറെ വിളിച്ച് സംസാരിക്കുന്ന ഇത് ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് അറിയായിരുന്നു മാർക്ക് കിട്ടും, പാസ്സാവുന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇത്ര ആരും പ്രതീക്ഷിച്ചില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹാപ്പി ആയിരുന്നു. ഓക്കെ. അപ്പം പാർട്ട് 1 ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് മെയ് ജൂണിൽ എഴുതാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ? ഇപ്പൊ ഇത് എക്സാം കഴിഞ്ഞ് 2 മാസം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. ഇപ്പം അവിടെ തന്നെ തുടരുന്നുണ്ട്. ഒരു നാട്ടിലൊരു ചെറിയ ഷോപ്പിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. ഭാവിയിൽ കോഴ്സ് പാസ്സായതിനു ശേഷം ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പം സബീഹ്, ഇനിയിപ്പം
ഞാൻ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ പഠിച്ച ഒരു ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് ഒരാള് സബീനോട് വന്ന് ചോദിക്കുകയാണ് CMA ഈസി ആണോ ടഫ് ആണോ എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? ഈസി ആണെന്ന് പറയാൻ പറ്റില്ല, ടഫ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളെ കോഴ്സിനോട് എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് പോലെ ഉണ്ടായിരിക്കും. സിമ്പിൾ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത്തിരി ടഫാണ്. എഴുതുന്ന എല്ലാവരും പാസ്സാവുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു 50% ആൾക്കാർ മാത്രമേ പാസ്സാവുന്നുള്ളൂ. അപ്പം അത്രത്തോളം സിമ്പിൾ ആയൊരു കോഴ്സ് അല്ല. പിന്നെ അത്രത്തോളം ടഫാണോ ചോദിച്ചാൽ അല്ല. അതിലും വലിയ കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അത്ര വലിയ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അല്ലായിരുന്നു. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ അത് ഞാൻ ചോദിക്കാനായിട്ട് ഡിഗ്രി ലെവല് +2 ലെവലൊക്കെ ഏകദേശം എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് 10ാം ക്ലാസ്സിൽ 5 A+ ആയിരുന്നു. +2 1 A+ ആയിരുന്നു. ഡിഗ്രി തട്ടിമുട്ടി പാസ്സായ ഒരാളായിരുന്നു. +2 കൊമേഴ്സ് ആയിരുന്നോ? +2 കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് ആയിരുന്നു. സോ അവിടെ നിന്ന് ഇവിടേക്ക് എത്തി. അത്രേ ഉള്ളൂ. നമ്മള് അപ്പൊ താല്പര്യത്തോടെ അന്നേരം ഞാൻ ഒറ്റ ചോദിച്ചിട്ടോട്ടെ, ആ ഒരു ടൈമിൽ പഠിച്ചതും ഇപ്പൊ പഠിച്ചതും തമ്മിൽ എഫർട്ടിൽ വ്യത്യാസമാണ്? സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പാസ്സായാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മോട്ടിവേഷൻ. ആയിരുന്നു. ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. ഇവിടെ അത്രത്തോളം കോസ്റ്റ് ഇൻവോൾവ് ആയി. പിന്നെ 1 ഇയർ എടുത്തായിരുന്നു പാർട്ട് 2 മാത്രം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം ഇത്ര വർഷം ഇത്ര സമയം എടുത്ത് ആ എഫേർട്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോരുന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മാക്സിമം പഠിച്ചായിരുന്നു. ഒരു എഫർട്ടിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ +2 പഠിക്കുന്ന സമയത്ത് ഡിഗ്രിയേക്കാളൊക്കെ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചു പാസ്സാവാനായിട്ട് അതുണ്ടായിരുന്നു. യെസ്. പിന്നെ ഇപ്പൊ ചാണക്യയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോ അവിടെ എന്റെ ഒരു ഫ്രണ്ടാ, വേറെ ഇഷ്ടപ്പെട്ട ഒരു ഫാക്കൽറ്റി, അവിടുത്തെ ഒരു ഫേവറേറ്റ് ഫാക്കൽറ്റി ചോദിച്ചാൽ പറയും? അവിടെ എല്ലാവരും ഫേവറേറ്റ് ആണ്. പിന്നെ ഫേവറേറ്റിൽ ഒരു റെസ്പെക്ട് തോന്നി അഖിൽ സാറോട്. അഖിൽ സാർ പറയും, നമ്മളെ സെക്ഷൻ ബി എടുത്തായിരുന്നു അഖിൽ സാർ. ക്ലാസ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ മാക്സിമം ലീവ് ആക്കാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. ക്ലാസ് ഫ്രം 0 എത്ര ആവറേജ് സ്റ്റുഡന്റ് ആയാലും അവർക്ക് മനസ്സിലാവുന്ന 0 ഒന്ന് പഠിച്ചു കൊടുക്കായിരുന്നു. ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അത് ചോദിച്ചില്ല. വീട്ടില് ഇത് പാസ്സായി എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഇത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഫാമിലി റിയാക്ഷൻ എന്തായിരുന്നു? ഫാമിലി ഉമ്മക്കൊന്നും അറിയില്ല ഇതിനെ പറ്റി, കോഴ്സിനെ പറ്റി. 470 ഇത്ര വലിയ മാർക്കാണെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഉമ്മ ജയിച്ച് 470 മാർക്ക് ഉണ്ട് പറഞ്ഞു. അത് മതിയടാ, അത്രത്തോളൊക്കെ മതി. അങ്ങനെ വീട്ടിലും ഫ്രണ്ട്സിനും ആർക്കും അറിയില്ല ഈ CMA കോഴ്സ് ഇത് എത്ര മാർക്ക് വേണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. കോഴിക്കോടാണോ? കോഴിക്കോട്. ഞാൻ രാമനാട്ടുകാരൻ. നമ്മുടെ എക്സാം സെന്റർ ഇപ്പൊ അവിടുന്ന് മാറ്റിയില്ലേ? അവിടുന്ന് മാറ്റി. അവിടെ ആയിരുന്നു ആദ്യം. വീടിന് ഒരു 5 മിനിറ്റ് അടുത്തായിരുന്നു. അപ്പൊ ഇന്നലെ അടുത്ത എക്സാമിനും കൂടെ 470 അല്ലെങ്കിൽ 450 പഠിക്കുക, 900 അബവ് വരട്ടെ ടോട്ടൽ. ഓക്കെ. സോ ഇനിയിപ്പം ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിൻഡോ ആണ്. അപ്പോൾ ആ ഒരു എക്സാം എഴുതാൻ പോകുന്നവരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഒരു പ്രിപ്പറേഷനെ പറ്റിയിട്ടോ? മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് മെയിൻ എന്ന് തോന്നുന്നത്. നമ്മൾ എത്ര കുറെ ടെസ്റ്റ് വായിച്ചിട്ടോ നോട്ട് വായിച്ചിട്ടോ കാര്യമില്ല. നമ്മൾ അവിടെ പോകുന്ന എക്സാം പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ആൻസർ ചെയ്യാം. അതാണ് പരിപാടി. അപ്പം അതിലാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലാതെ കുറെ ടെസ്റ്റ് വായിച്ചുകൊണ്ട് നോട്ട് വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എന്റെ കുറെ ഫ്രണ്ട്സ് ചെയ്തൊരു മിസ്റ്റേക്ക് ആണത്. അവർ കുറെ ടെസ്റ്റ് വായിച്ചിട്ടുണ്ട്, നോട്ട് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യം തോന്നുന്നില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. എത്രത്തോളം സോഫ്റ്റ്വെയർ കിട്ടുമോ അത്രത്തോളം സോഫ്റ്റ്വെയർ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു മുഹമ്മദ് സബി. എന്തായാലും ഈ ഒരു ഇത്രയും ഫെന്റാബുലസ് ആയിട്ടുള്ള വിക്ടറിയിൽ ഒന്നുകൂടി ഞാൻ കൺഗ്രാജുലേഷൻ പറയുന്നു. അടുത്ത പാർട്ടും ഇതുപോലെ തന്നെ വലിയ മാർക്കോടുകൂടി പാസ്സാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇപ്പൊ പാസ് ആയതിനു ശേഷം ഞാൻ വീണ്ടും വിളിക്കും. നമുക്ക് പാസ് ആയതിനു ശേഷം വീണ്ടും ഒരു സെഷൻ കൂടെ എന്തായാലും കണ്ടക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.